നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് തിരിച്ചടി. കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിനെതിരെ ആന്റണി രാജു അപ്പീൽ നൽകിയിരുന്നു. ഈ അപ്പീലാണ് സുപ്രീം കോടതി തള്ളിയത്. 1 വർഷത്തിനുള്ളിൽ വിചാരണ നടത്തണമെന്നാണ് ബെഞ്ച് ഉത്തരവിട്ടത്. സുപ്രീം കോടതി വിചാരണ നേരിടണമെന്ന് പറഞ്ഞാൽ നേരിടുമെന്ന് ആന്റണി രാജു. നിയമത്തിന്റെ വഴിക്ക് പോകും, ഒരു ഭയവുമില്ല. ഇതുപോലെയുള്ള പ്രതിസന്ധികളാണ് എന്നെ കൂടുതൽ കരുത്തനാക്കുന്നത്. തൊണ്ടിമുതൽ കേസിലെ ക്രിമിനൽ നടപടി സുപ്രീം കോടതി പുനഃസ്ഥാപിച്ചതിലാണ് ആന്റണി രാജുവിന്റെ ഈ പ്രതികരണം. ലയണൽ മെസ്സിയും അർജന്റീന ടീമും അടുത്ത വർഷം സൗഹൃദ മത്സരത്തിനായി സംസ്ഥാനത്തെത്തുമെന്ന് കായിക മന്ത്രി അബ്ദുറഹ്മാൻ. കേരളത്തിൽ സൗഹൃദ മത്സരം നടത്താൻ അർജന്റീന ഫുട്ബോൾ ടീം തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്ത വർഷം നടക്കുന്ന മത്സരത്തിന്റെ തീയതി വൈകാതെ അറിയിക്കും. ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ സൈബർ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഘത്തെ കയ്യോടെ പിടിച്ച വിദ്യാർത്ഥി. പേരൂർക്കട ജേർണലിസ്റ്റ് കോളനിയിലെ അശ്വകുത് സൈതവാണ് മുംബൈ പോലീസ് എന്ന വ്യാജ പേരിൽ വിളിച്ച സംഘത്തെ അരമണിക്കൂറിലേറെ കബളിപ്പിച്ചത്. ട്രായുടെ പേരിലാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ അശ്വഘോഷിന് ഫോൺ വന്നത്. ഭക്തിഗാന രചയിതാവ് AV വാസുദേവൻ പോറ്റി അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിക്കുന്നത്. 73 വയസ്സായിരുന്നു. നിരവധി ഭക്തിഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഓൺലൈൻ ഗെയിം കളിച്ചതിന്റെ പേരിൽ അമ്മ വഴക്കു പറഞ്ഞു. തുടർന്ന് പെൺകുട്ടി നാടുവിട്ടു. കണ്ടെത്തിയത് ധ്യാന കേന്ദ്രത്തിൽ നിന്ന്. ഗുജറാത്തിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കിൽ കാർ ഇടിച്ച് 7 പേർ മരണപ്പെട്ടു. പഞ്ചറായ ടയർ മാറ്റാൻ നിർത്തിയിട്ടിരുന്ന ട്രക്കിലാണ് കാർ ഇടിച്ചത്. പാർക്കിംഗ് ലൈറ്റ് ഇടാതിരുന്ന ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. മുന്നറിയിപ്പില്ലാതെ തൈക്കാട് ആശുപത്രിയിൽ സന്ദർശനം നടത്തി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ് വീണ ജോർജ് എത്തിയത്. 2 മണിക്കൂറോളമാണ് മന്ത്രി അവിടെ ചെലവഴിച്ചത്. രോഗികളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അത് പരിഹരിക്കാൻ നിർദ്ദേശവും നൽകി. ലക്നൌവിൽ വിവാഹ ആഘോഷയാത്രയിൽ പറത്തിക്കളിച്ചത് 20 ലക്ഷം രൂപയുടെ നോട്ടുകൾ. വരന്റെ വീട്ടുകാരാണ് വിവാഹ ആഘോഷയാത്രയിൽ 100-ന്റെയും 200-ന്റെയും 500-ന്റെയും നോട്ടുകൾ പറത്തിയെറിഞ്ഞത്. വിവാഹത്തിനെത്തിയവരെല്ലാം കൈനിറയെ പണവുമായാണ് തിരിച്ചുപോയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ പുരസ്കാരം പ്രഖ്യാപിച്ച് ഗയാന. പരമോന്നത പുരസ്കാരമായ ഓർഡർ ഓഫ് എക്സലൻസ് ഗയാന സമ്മാനിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള മോദിയുടെ പ്രവർത്തനങ്ങൾക്കാണ് ഈ പുരസ്കാരം. ഇതോടെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന 19ാമത് അന്താരാഷ്ട്ര പുരസ്കാരമാണിത്.